ഓവർഹീറ്റ് ആയ വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ മാറണമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ വാഹനം ഏതെങ്കിലും ഒരു കാരണവശാൽ ഓവർ ഹീറ്റ് കാണിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഓവർ ഹീറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ മാറി വിടണം? അതായത് നിങ്ങളുടെ വാഹനം ചെക്ക് ചെയ്ത സമയത്ത് ഓവർ ഹീറ്റ് കാണിച്ചു, ഓവർ ഹീറ്റിന്റെ കാരണം റേഡിയേറ്റർ ഫാൻ പോയതായിരുന്നു, റേഡിയേറ്റർ ഫാൻ മാറി. ശരിക്കും ഈ റേഡിയേറ്റർ ഫാൻ മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അതായത് നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് കാണിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു തവണ നിങ്ങളുടെ വാഹനം ഓവർ ഹീറ്റ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യം, അതായത് എഞ്ചിൻ ഓയിൽ. ഓവർ ഹീറ്റ് ആയ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും? നമുക്ക് കാര്യത്തിലോട്ട് വരാം. അതായത് റേഡിയേറ്റർ ഒരു തവണ നമ്മുടെ വാഹനം ഓവർ ഹീറ്റ് കാണിച്ചു, അതായത് ഓവർ ഹീറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് നേരം ഓവർ ഹീറ്റായി വാഹനം ഓഫായി പോയി. ചെക്ക് ചെയ്തപ്പോൾ റേഡിയേറ്ററിൻ്റെ ഫാൻ പോയതാണ്, റേഡിയേറ്റർ ഫാൻ മാറി, കുറച്ച് ദൂരം ഓടിച്ചിട്ടും വേറെ കുഴപ്പങ്ങളൊന്നും ഈ വാഹനത്തിന് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം റേഡിയേറ്ററിലുള്ള കൂളൻ്റ് ഫുള്ള് മാറണം, ഫുൾ കൂളൻ്റ് അസംബ്ലി മാറണം. രണ്ടാമത്തെ കാര്യം എഞ്ചിൻ ഓയിൽ മാറണം. എഞ്ചിൻ ഓയിൽ എന്തുകൊണ്ട് മാറണമെന്ന് ചോദിച്ചാൽ, ഓവർ ഹീറ്റ് ആയ സമയത്ത് ഈ എഞ്ചിൻ ഓയിലിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ നിങ്ങൾ മസ്റ്റായിട്ട് മാറിക്കോണം. തെർമോസ്റ്റാറ്റ് വാൽവ് വൺസ് നല്ല രീതിക്ക് ഓവർ ഹീറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ചെറിയ ഡ്രൈവോ കാര്യങ്ങളൊക്കെ ഒരു 100 കിലോമീറ്റർ ഓടിച്ചാൽ പോലും ചിലപ്പോൾ ഈ പ്രശ്നം കാണിക്കണമെന്നില്ല. അതിന് മേലോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഞ്ചിൻ ഓയിൽ മാറണം, കൂളൻ്റ് മാറണം, ഈ പറയുന്ന തെർമോസ്റ്റാറ്റ് വാൽവ് മാറിക്കണം. ഇത്രയും കാര്യങ്ങൾ മാറിയതിനു ശേഷം ഏതെങ്കിലും ഹോസിനോ കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും മാറി വിടണം. അതിനുശേഷം വാഹനം ഒരു 10-30 കിലോമീറ്ററെങ്കിലും ഓടിച്ചതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. അഥവാ ഇതിൽ പ്രോബ്ലംസ് പിന്നെയും കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെയും ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഹെഡ് ഗ്യാസ്കറ്റിലോട്ട് പോവുക. ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ട് മാറി വിട്ടോണം. കാരണം ഇതെല്ലാം ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് തന്നെയാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വെച്ചോണ്ടിരുന്ന് പണി ഉണ്ടാക്കാതിരിക്കുന്നതിനൊക്കെ നല്ലത് എത്രയും പെട്ടെന്ന് ഇത് മാറിവിടുന്നതാണ്.